ഓലയിൽ ജയൻസ് നഗർ 132 മുതൽ 135 വരെ 126. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലത്താണ് നമ്മുടെ മഹാനായ ഫസ്റ്റത്തെ ആക്ഷൻ ഹീറോ ജയൻ്റെ വീടെന്ന് പറയണം. അപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോയിൽ കൂടെ ജയൻ പഠിച്ച സ്കൂള്, ജയൻ്റെ വീട്, ജയൻ്റെ സ്റ്റാച്ചു, ജയൻ്റെ ജിമ്മ്, ജയൻ്റെ ലൈബ്രറി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. കൊല്ലം തേവള്ളിയിലാണ് ഈ ഒരു ലൊക്കേഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. മഹാനടൻ ജയൻ്റെ സ്റ്റാച്ചു ആണ് നമ്മളിപ്പോൾ കാണുന്നത്. കൊല്ലത്താണ്. അതിൻ്റെ ബാക്കിൽ ആക്ച്വലി ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ ജസ്റ്റ് ബാക്കിലായിട്ട് ചെറിയൊരു വീട് ഒരു 2-3 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു. അത് പ്രസൻറ്റിലില്ല. ബാക്കിൽ ആ ഒരു ഫോട്ടോ നമുക്ക് ബാക്കിലുള്ള സഭയിൽ അതവിടെ വാങ്ങിച്ച് അതെല്ലാം സംഗതി മോളിഷ് ചെയ്ത് ജസ്റ്റ് ഈ ഒരു സ്റ്റാച്ചു മാത്രമേ ഇതുവരെ ജയൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള സ്റ്റാച്ചു മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ. കൊല്ലത്താണ്. കൊല്ലം ഇരുമ്പ് പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഇതൊക്കെ ആക്ച്വലി ജയൻ പഠിച്ചു വളർന്ന ഒരു ലൊക്കേഷനാണ്. മഹാനായ നടൻ ജയൻ പഠിച്ച സ്കൂളാണ് കൊല്ലത്തുള്ള കൊല്ലം തേവള്ളി ബോയ്സ് ഹൈസ്കൂൾ. ബോയ്സ് ഈ സ്കൂളിലാണ് ജയൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ ഒരു 4 വർഷം മുമ്പ് ഈ സ്കൂളിൻ്റെ അകത്താണ് നമുക്ക് ചെറിയൊരു വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ജയൻ പഠിച്ച സ്കൂളാണ് തേവള്ളിയിലുള്ള ബോയ്സ് ഹൈസ്കൂൾ. ഇതൊക്കെ ആക്ച്വലി പുതിയ ബിൽഡിംഗ്, 2003, 2004 ബിൽഡിങ്. ബാക്കിലുള്ള ആ ഒരു കെട്ടിടമല്ല. ആ ഒരു കെട്ടിടത്തിൽ ആക്ച്വലി മുമ്പ് ഞാൻ ഇവിടെ വന്ന സമയത്ത് ജസ്റ്റ് ഇവിടെ പ്രിൻസിപ്പാളിനോട് ചോദിച്ച് നമുക്കൊരു വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ജയൻ പഠിച്ച സ്കൂളാണ് ഗൈസ് നമ്മളിപ്പോൾ കാണുന്നത്. ജയൻ പഠിച്ചു വളർന്ന ആ ഒരു മൈതാനമൊക്കെയാണ് ഗൈസ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കെട്ടിടത്തിലാണ് ജയൻ പഠിച്ചത്. ജയൻ പഠിച്ച സ്കൂൾ നമ്മൾ കുറച്ചും ക്ലോസ് ആയിട്ട് കാണിക്കുകയാണ് ഗൈസ്. ജയൻ പഠിച്ച സ്കൂള്, അതിൻ്റെ അടുത്തെല്ലാം പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണെങ്കിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഓഫീസുണ്ട്. ഈ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഓഫീസിൻ്റെ അകത്തായിട്ടാണെങ്കിൽ ജയൻ്റെ പേരിലാണെങ്കിൽ വാർഷികത്തോടനുബന്ധിച്ചിട്ടാണെങ്കിൽ ഓഡിറ്റോറിയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് ജയൻ സ്മാരക ഹാൾ നിൽക്കുന്നുണ്ട്. ജയൻ സ്മാരക ഹാൾ. നമ്മൾ ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അകത്താണെങ്കിൽ ആക്ച്വലി ഒരു 5-6 വർഷം മുമ്പ് നമുക്ക് അതിൻ്റെ അകത്ത് കയറാനും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജയൻ സ്മാരക ഹാളും കാണാം. ഇതൊരു 200-250 പേർ ഇരിക്കാൻ പറ്റിയ ഒരു ഹാളാണ്. ഇതാണ് ആക്ച്വലി ജയൻ്റെ മെമ്മോറിയൽ ആൻഡ് ആർട്സ് സ്പോർട്സ് ക്ലബ്ബ്. അപ്പോൾ ഇതാണ് ജയൻ്റെ മെമ്മോറിയൽ സ്പോർട്സ് ക്ലബ്ബ്. ഇവിടെ നമുക്ക് ഇവിടെയൊക്കെയാണ് നമ്മൾ മുമ്പ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ജയൻ മെമ്മോറിയൽ ആർട്സ് സ്പോർട്സ് ക്ലബ്ബ്. ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. ജയൻ്റെ പഴയ കാലത്ത് കുറേ ഫോട്ടോസൊക്കെയാണ് ഇത് നമുക്കത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കുറേ ഫോട്ടോസൊക്കെ മെമ്മോറിയൽ എല്ലാ സംഭവം പൊളിഞ്ഞ് എല്ലാം ഇല്ലാതായിട്ടുണ്ട്. ഇതാണ് ജയൻ്റെ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ലൊക്കേഷൻ നമ്മൾ കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലോട്ട് പോകുന്ന വഴി ഇരുമ്പുപാലയെല്ലാം കഴിഞ്ഞിട്ട് ഭാരത് ഹൈപ്പർ മാർക്കറ്റിന് ഫ്രണ്ടിലായിട്ട് ശ്രീ കൊച്ചു കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു റോഡ് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ജയൻ്റെ വീടും ജയൻ്റെ ഹെൽത്ത് ക്ലബ്ബും സ്കൂളും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും.